അവസാനത്തെ 5 ഓവറുകളിൽ 30 റൺസ്, കൃത്യമായി പറഞ്ഞാൽ 30 ബോളിൽ നിന്ന് 31 റൺസ് മാത്രം മതി സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ. രോഹിത് ശർമ്മ തൻ്റെ കയ്യിലുള്ള അവസാനത്തെ വജ്രായുധം എടുത്ത് വീശാണ്. അവസാനത്തെ ഓവറുകളിലേക്ക് ബാക്കി വെക്കാനില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് അദ്ദേഹം ജസ്പ്രീത് ബുംറയുടെ കയ്യിൽ പന്ത് ഏൽപ്പിക്കുകയാണ്. താൻ എറിയാൻ പോകുന്ന ആ 12 ബോളുകളിൽ ഇന്ത്യൻ ടീമിന് വിജയം പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ ടീം തോറ്റുപോയേക്കാം എന്ന് വളരെ കൃത്യമായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനപ്പുറം ഒന്നും ചെയ്യാനാകില്ല ബാക്കി ടീമിലെ ആർക്കും. അത് രോഹിത് ശർമ്മയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കും കൃത്യമായി അറിയാം. അങ്ങനെ ആ 12 ഓവറിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ അദ്ദേഹം വിട്ടുകൊടുക്കുന്നത് വെറും 6 റൺസാണ്. ഫലമോ 2024 T20 ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളാവുന്നു. രോഹിത് ശർമ്മ ആ കിരീടം മാലിലേക്ക് ഉയർത്തുമ്പോൾ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ട് ജസ്പ്രീത് ബുംറ ഉണ്ടായത്. ആ ജസ്പ്രീത് ബുംറ ഇന്നും സൂര്യകുമാർ യാദവിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ സൂര്യകുമാർ യാദവ് അതേ ഫോർമാറ്റിൽ 16ാമത്തെയും 18ാമത്തെയും ഓവറുകൾ ജസ്പ്രീത് ബുംറയ്ക്ക് ഏൽപ്പിക്കുന്നു. 12 ബോളുകളിൽ നിന്ന് ബുംറ വിട്ടുകൊടുക്കുന്നത് വെറും 14 റൺസ്. അതുവരെ എറിഞ്ഞ എല്ലാ ബോളർമാരെയും തലങ്ങും വിലങ്ങും അടിച്ചകറ്റുന്ന ജേക്കബ് ബദർ ക്ലൂലെസ് ആയി പോയ കാഴ്ച. പിൻ പോയിന്റ് യോർക്കേഴ്സ്, അതായത് ഒരു മെഷീനിൽ സെറ്റ് ചെയ്ത് വെച്ച പോലെ കൃത്യമായി എവിടെ പതിക്കണമെന്ന് ബോളർ വിചാരിച്ചു അവിടെ തന്നെ ആ ബോളുകൾ വന്ന് വീഴുന്നു. ജസ്പ്രീത് ബുംറ 18ാമത്തെ ഓവർ എറിഞ്ഞ് തീർത്തു പോകുമ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ ആവേശം കൊണ്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഇംഗ്ലണ്ട് ആ വിജയം എത്തിപ്പിടിക്കില്ല എന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞു. ആ ഒരു ആവേശത്തിൽ വളരെ കിടലിനായിട്ട് വന്ന ഹാർദിക് പാണ്ഡ്യയും പന്തെറിയാണ്. അവസാനത്തെ ഓവറുകളിൽ 6 ബോളിൽ 30 റൺസ് ജയിക്കാൻ. ഒരിക്കലും അത് ഇംഗ്ലണ്ട് എത്തിപ്പിടിച്ചതുമില്ല. 7 റൺസിന് ഇന്ത്യക്ക് വിജയം. ഈ ഒരു മൊമെന്റിൽ ഒരുപക്ഷെ നമ്മൾ സ്കോർ കാർഡ് നോക്കുമ്പോൾ ജസ്പ്രീത് ബുംറയുടെ ബോളിംഗ് ഫിഗർ വലിയ ഇംപ്രസീവായിട്ട് നമുക്ക് തോന്നില്ല. അതായത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾ, അതായത് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ സച്ചിൻ്റെ പല ഇന്നിങ്സുകൾ എടുത്തിട്ട് ഇത് തുഴച്ചിലാണ്, ഇതിന് വലിയ ഇമ്പാക്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അന്ന് നേരിൽ കണ്ട ആളുകൾ അത് ഡിഫെൻഡ് ചെയ്യാറുണ്ട്. കാരണം അന്നത്തെ ടീമിൻ്റെ അവസ്ഥയും മത്സരത്തിൻ്റെ അവസ്ഥയൊക്കെ അവർക്ക് കൃത്യമായി അറിയാം. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ജസ്പ്രീത് ബുംറയുടെ ഫിഗറും. ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ടില്ല. പക്ഷേ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം മേടിച്ച സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകളുണ്ട്. ജസ്പ്രീത് ബുംറയുടെ ആ 2 ഓവർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പുരസ്കാരം മേടിക്കാൻ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത്. അതാണ് ഒരു പ്ലെയർ ഒരു ടീമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്പറുകൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. T20 ഇന്റർനാഷണൽ വെറും 7 പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ മാത്രമുള്ള ബുംറ ഒരു വരുംകാലത്തിൽ ഒരുപക്ഷെ ഒരു ലെജൻഡായിട്ടോ അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഗ്രേറ്റ് ആയിട്ടൊന്നും അന്നത്തെ ഈ സ്റ്റാറ്റ്സ് നോക്കുന്ന ആളുകൾ ചിലപ്പോൾ വിശേഷിപ്പിച്ചെന്ന് വരില്ല. പക്ഷേ ഇന്ന് ഈ മത്സരങ്ങളൊക്കെ ലൈവായിട്ട് കണ്ട് നമുക്കറിയാം ബുംറയുടെ ഏത് ലെവലാണെന്നുള്ളത്. 3 ഫോർമാറ്റും കളിക്കുന്ന പ്ലേയേഴ്സിൽ ഇന്നത്തെ എന്നല്ല ഓൾ ടൈം ലെജൻഡ് അല്ലെങ്കിൽ ഓൾ ടൈം ഗ്രേറ്റ് എന്ന് നമുക്ക് കണ്ണും പൂട്ടി വിളിക്കാവുന്ന ഒരേ ഒരു പ്ലെയർ ജസ്പ്രീത് ബുംറ മാത്രമാണ്.